ഹായ് ഗായ്സ്. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വന്നൊരു ദിവസമായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ വീട് 1 ഇയർ മുമ്പേ നമ്മൾ വാങ്ങിയ വീടാണ്. പക്ഷേ എൻ്റെ ഐശ്വര്യങ്ങൾ കൊണ്ടും ആന്ധ്രയുടെ അസുഖങ്ങൾ കൊണ്ടും നമ്മൾ പിന്നെ ഈ നേപ്പിൾസിലേക്ക്, ഇത് പ്രോപ്പർ നേപ്പിൾസ് അല്ല, എന്നാലും നേപ്പിൾസിൻ്റെ അടുത്തൊക്കെ തന്നെ ഉള്ളൊരു സ്ഥലമാണ്, ഇങ്ങോട്ടേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല. കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും വന്നിട്ടില്ല, ഇപ്പോഴും നമ്മൾ റൂമിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഞാനപ്പം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വാങ്ങിയ വീടും കാര്യങ്ങളൊക്കെ. കംപ്ലീറ്റ് റൂം കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ അവിടെ പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ വീട്ടിൽ ഈ കാണുന്ന നമ്മുടെ ജർദീനോ, അതായത് ഗാർഡൻ എന്ന് പറയും. വീട് വാങ്ങുന്ന സമയത്ത് അലസ്യ എന്താണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് കുറച്ച് ഗാർഡനെങ്കിലും വേണം എന്നുള്ളത്. അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ഈ വീട് വാങ്ങുന്നത് തന്നെ. ഇവിടെ 100 വർഷം പഴക്കമുള്ള ഒലിവുണ്ട് കേട്ടോ, 2 ഒലിവുണ്ട് നമുക്കിവിടെ കേട്ടോ. പിന്നെ കുറേ എവർഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇനി അതൊക്കെ ഞാൻ വന്നിട്ട് വേണത് കളഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ രണ്ടുപേരും വീട് വാങ്ങിയ കഴിഞ്ഞ ശേഷം ഭയങ്കര റിഗ്രറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വേണ്ടായിരുന്നു എന്ന് തോന്നിയായിരുന്നു കേട്ടോ നമുക്ക്. പിന്നെ ഇവിടെ വേണ്ടായിരുന്നു എന്ന്, റോമിൽ തന്നെ മതിയായിരുന്നു. കാരണം നമ്മൾ റോം വിട്ട് പോരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് റോമിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലായത്. ഈ വീടിൻ്റെ, അതായത് ഇതൊരു പാർക്കാണ്, പാർക്കിൻ്റെ അകത്താണ് വീട്. ഈ വീടിൻ്റെ എന്താ പറയുക, തൊട്ടടുത്ത് തന്നെയാണ് അലസ്യോ. നടന്നു പോകാനാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റുള്ളൂ ഹോസ്പിറ്റലിലേക്ക്. അടുത്ത് തന്നെയാണ് അലയ വർക്ക് ചെയ്യുന്നത്. റോം നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ റോമിൽ ഒരു ക്ലിനിക്ക് നമ്മൾ കളഞ്ഞിട്ടില്ല. എല്ലാ ഫ്രൈഡേയും നമ്മൾ അവിടെ വരാറുണ്ട് കേട്ടോ. അലസോന് ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടു. എനിക്ക് ഇവിടുത്തെ ഒന്നും മനസ്സിലാവുന്നില്ല. അവസാനം ഞാൻ അലേനെ വിളിക്കേണ്ടി വന്നു. അങ്ങനെ അപ്പോഴേക്കും അലയായിട്ട് ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത്. അപ്പം ഇതൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബായ്.